ബിഗ് ബോസ് മലയാളം സീസൺ 8 അഗ്നിപരീക്ഷ 5-ാം ദിവസത്തെ എപ്പിസോഡിൻ്റെ അപ്ഡേറ്റുകൾ ഇങ്ങനെ. 4-ാമത്തെ എപ്പിസോഡിൻ്റെ അവസാനം ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ മത്സരാർത്ഥികൾക്ക് ചില റൈറ്റുകൾ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞിരുന്നു. ആദ്യം തന്നെ എപ്പിസോഡിൽ ഈ ഇൻഫിനിറ്റി പെൻഡൻറ്റ് ലഭിച്ച മത്സരാർത്ഥികളെ വേദിയിലേക്ക് വിളിക്കുകയും അവർക്ക് ഇൻഫിനിറ്റി പെൻഡൻറ്റ് ലഭിച്ചതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന നിലയിൽ അവരെ ക്യാപ്റ്റന്മാരായി നിയമിച്ചു. മാത്രമല്ല പിന്നീട് എലിമിനേഷനിൽ നിന്ന് ഇമ്മ്യൂണിറ്റി ഉണ്ട് എന്ന ഒരു റൈറ്റ് കൂടി കിട്ടി. ഇങ്ങനെ 4 ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ 4 ക്യാപ്റ്റന്മാരുടെ കീഴിൽ 4 ടീമുകളായി 32 മത്സരാർത്ഥികൾ തിരിഞ്ഞു. ഈ 32 മത്സരാർത്ഥികൾ 2 ടീമുകൾ പരസ്പരം എന്ന രീതിയിൽ 2 മത്സരങ്ങൾ നടന്നു. 5-ാമത്തെ എപ്പിസോഡിലെ ടാസ്ക് ഇതായിരുന്നു. ഭക്ഷണ സാധനം രുചിച്ച് നോക്കി അത് എക്കാണോ എം ആണോ എന്ന് പറയേണ്ടതുണ്ട്. ഓരോ ഭക്ഷണ സാധനവും എം ആണോ എക്ക് ആണോ എന്നുള്ളത് ആ ഭക്ഷണ സാധനം വെച്ചിരിക്കുന്ന ട്രേയുടെ താഴെ എഴുതിയിട്ടുണ്ട്. ഓരോ ടീമിലെയും ഒരു മത്സരാർത്ഥി ഒരു ഭക്ഷണം എടുത്ത് രുചിച്ചു നോക്കി അഭിനയിക്കണം. അത് എക്കാണോ എം ആണോ എന്ന് ഇദ്ദേഹത്തിൻ്റെ മുഖഭാവങ്ങൾ കൊണ്ട് മറു ടീമിലെ അംഗങ്ങൾ ആലോചിച്ച് മറുപടി പറയണം. കൃത്യമായി പറഞ്ഞാൽ മറുപടി പറഞ്ഞ ടീമിന് 1 പോയിന്റും, അവർ പറയാതിരുന്നാൽ രുചിച്ചു നോക്കി അഭിനയം കാഴ്ചവെച്ച ഈ മത്സരാർത്ഥിയുടെ ടീമിന് 1 പോയിന്റും ലഭിക്കും. അങ്ങനെ ആദ്യം നടന്ന മത്സരങ്ങൾ ഷിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ബി ടീമും ഷിൻജിത്തിൻ്റെ കീഴിലുള്ള ഡി ടീമും ചേർന്നായിരുന്നു. ഇതിൽ ഷിജുവിൻ്റെ നേതൃത്വത്തിലുള്ള ടീം വിജയിച്ചു. പരാജയപ്പെട്ട ടീമിൽ നിന്ന് ഔട്ട് ഹൗസിലേക്ക് 4 മത്സരാർത്ഥികളെ തിരഞ്ഞെടുത്തു. 2-ാമത്തെ മത്സരം നടന്നത് പ്രവീണിൻ്റെ കീഴിലുള്ള എ ടീമും രചനയുടെ കീഴിലുള്ള സി ടീമും തമ്മിലാണ്. വളരെയേറെ ഇൻട്രസ്റ്റിംഗും ട്വിസ്റ്റുകൾ നിറഞ്ഞതുമായിരുന്നു ആ മത്സരം. ആദ്യ റൗണ്ടിൽ 6 പോയിന്റുകൾ നേടി മുന്നിട്ട് നിന്നിരുന്ന ടീമിനെ 2-ാമത്തെ റൗണ്ടിൽ മികച്ച പ്രകടനം കൊണ്ട് ടൈ ബ്രേക്കറിലേക്ക് എത്തിക്കാൻ സി ടീമിന് കഴിഞ്ഞിരുന്നു. 2 പേർക്കും 2 റൗണ്ടുകളും പൂർത്തിയായപ്പോൾ 8 പോയിന്റുകൾ വീതം വന്ന് ടൈ ആയതുകൊണ്ട് തന്നെ ടൈ ബ്രേക്കർ എന്ന രീതിയിൽ മറ്റൊരു ഗെയിം അവർക്ക് നൽകി. 2 ടീമിൽ നിന്നും ഒരു മത്സരാർത്ഥിയെ തിരഞ്ഞെടുത്ത് ആ മത്സരാർത്ഥി തന്നിരിക്കുന്ന ഒരു റോപ്പിൽ കഴിയാവുന്ന അത്ര കെട്ടുകൾ ഉണ്ടാക്കണം. വീണ്ടും ബസ് അടിക്കുമ്പോൾ ഇവർ പരസ്പരം റോപ്പുകൾ കൈമാറണം. അങ്ങനെ കൈമാറുന്ന റോപ്പിലെ എല്ലാ കെട്ടുകളും ഏറ്റവും ആദ്യം അഴിച്ചു കഴിയുന്ന മത്സരാർത്ഥിയുടെ ടീം ഏതാണോ ആ ടീം വിജയിക്കും എന്നായിരുന്നു. അങ്ങനെ പ്രവീണിൻ്റെ ടീം വിജയിച്ചു, രചനയുടെ ടീം പരാജയപ്പെടുകയും ചെയ്തു. അങ്ങനെ രചനയുടെ ടീമിൽ നിന്ന്, അതായത് സി ടീമിൽ നിന്ന് 4 പേരെ ഔട്ട് ഹൗസിലേക്ക് തിരഞ്ഞെടുത്തു. പ്രത്യേക ഒരു റൈറ്റ് കൂടി ഉണ്ടായിരുന്നു. ഇൻഫിനിറ്റി പെൻഡൻറ്റ് കിട്ടിയ ക്യാപ്റ്റന്മാർക്ക് 2 വിജയിച്ച ടീമുകളുടെ ക്യാപ്റ്റന്മാരും 2 പരാജയപ്പെട്ട ടീമുകളുടെ ക്യാപ്റ്റന്മാരും ഉണ്ടായിരുന്നു. വിജയിച്ച ടീമുകളുടെ ക്യാപ്റ്റന്മാർക്ക് ആയിരുന്നു പ്രത്യേക റൈറ്റ് ഉണ്ടായിരുന്നത്. അവർക്ക് ഒരാളെ ഔട്ട് ഹൗസിലേക്ക് നോമിനേറ്റ് ചെയ്യാനുള്ള അവസരമുണ്ടായിരുന്നു. പരാജയപ്പെട്ട 2 ടീമിൽ നിന്നും 4 പേർ വീതം 8 പേരും ഇൻഫിനിറ്റി പെൻഡൻറ്റുള്ള വിജയിച്ച ക്യാപ്റ്റന്മാർ നോമിനേറ്റ് ചെയ്ത 2 പേരും ഉൾപ്പെടെ 10 പേർ ഔട്ട് ഹൗസിലെത്തി. ഇവർക്ക് ഒരു പ്രത്യേക പ്രോപ്പർട്ടി നൽകി അതിൽ പിടിച്ചു നിൽക്കാൻ ആവശ്യപ്പെടും. അതിൽ നിന്ന് ജഡ്ജസ് സേവ് ചെയ്യുന്നവർ ഓരോരുത്തരെയായി ഓരോ മത്സരാർത്ഥികൾക്കും അവരുടെ സീറ്റുകളിലേക്ക് പോകാം. അങ്ങനെ അവസാനം 4 മത്സരാർത്ഥികളാണ് ശേഷിച്ചത്. 5-ാമത്തെ എപ്പിസോഡിൽ എലിമിനേറ്റായ 4 മത്സരാർത്ഥികൾ വർഷ, സ്റ്റിനിയ, നന്ദകിഷോർ, ഷാനോ എന്നിവരാണ്. ഇതുവരെയുള്ള അഗ്നിപരീക്ഷ എപ്പിസോഡുകളെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്ത് എന്ന് കമൻറ്റ് ചെയ്യൂ.